ഗോതമ്പിൻ പാടത്തിന് കനകപ്പൂമണി കൊയ്തു മെതിക്കാൻ ഇടനെഞ്ചിൻ പാട്ടും പേറി പോണോരേ. ഒരു നേരം നിന്നെങ്കിൽ ഒരു നല്ല കഥ പറയാം. ദൈവത്തെ സ്നേഹിച്ച നല്ല പെണ്ണിന്റെ കരളലിക്കുന്നൊരു കഥ പറയാം. ഗോതമ്പു പാടം കൊയ്യുന്ന നേരം കേൾക്കാനവന്ന കാതിൽ മൂളി ഇഷ്ടമായി ഹന്നേവിൽ കൊയ്ത്തുപാട്ട് ഇടയ്ക്കുള്ള ദൈവത്തിൻ പ്രാർത്ഥനയും ഏകാന തങ്ങളുടെ രണ്ടാം വധുവായി അന്നയെ അന്നവൻ പരിണയിച്ചു. വയൽക്കിളി കളിയാക്കി പലരും ചൊല്ലി നാണം കൊണ്ടാ പെണ്ണ് കൊടുക്കുമ്പോൾ ഏകാന തങ്ങളുടെ രണ്ടാം ഭാര്യ അന്നയ്ക്ക് കുട്ടികൾ ജനിച്ചതില്ല. അവസരം പാർത്ത് പെണ്ണീനായും പുത്രനും അന്നായെ ചേർന്ന് കളിയാക്കി. ദൈവത്തെ വിളിച്ചു കേട്ടു അന്നാഥൻ പ്രാർത്ഥന ദൈവം കേട്ടു. വിത്തു വീണ പാടത്ത് ഗോതമ്പ് വിളഞ്ഞപ്പോൾ അന്നതൻ ഉള്ളിൽ ജീവൻ തുടിത്തേ. ശീലക്കാത്താകു വീശി തെളിഞ്ഞപ്പോൾ ഭവനത്തിൽ നിന്നൊരു കുഞ്ഞിന്റെ പേകൾ പൗർണമി ചേരിയൊരു ആൺകുഞ്ഞ് മുഖത്തോ ദൈവത്തിൻ ചൈതന്യം ഒഴുകുന്നു. കുഞ്ഞിന്റെ പേര് കണ്ട് പ്രായ നാട്ടുകാർ പലരും ദൈവത്തെ സ്തുതിച്ചിരുന്നു. തന്നെക്കെങ്ങനെ തേജസ്വിയായ ഒരു ആൺകുഞ്ഞ് കൂട്ടത്തിൽ പുരോഹിതൻ നേരി ചൊല്ലി ദൈവത്തിൻ അനുഗ്രഹം ഇത് തന്നെ. ഏകാന കുടുംബവും ബലി നൽകാൻ പോകുമ്പോൾ അന്നായ കുഞ്ഞിനെ വിളിച്ചിരുന്നു. ഇന്നു നമ്മൾ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി പോകുന്നു. ഇത് ദൈവത്തിൻ നാമമല്ലേ. നെഞ്ചു തുടിക്കുന്ന വാക്കാരാപ്പെന്ന് ഉറക്കെ ചൊല്ലി പൈതലല്ലേ ഇവന്റെ ഉളക്കുടി മാറട്ടെ പിച്ച നടക്കാനായിരട്ടെ. അന്നത്തെ വാക്കു കേട്ട് കേൾക്കാനിക്കൊരു സംശയം. സാധുവേലിന് ദൈവത്തിനായി സമർപ്പിക്കാനായി ഏറ്റതല്ലേ. ഭക്തയാം അന്ന ഭർത്താവിനോട് ചൊല്ലി വരുന്ന നാളിൽ കർത്താവിൻ സന്നിധിയിൽ സാമുവേലിനെ സമർപ്പിച്ചില്ല. കൊയ്ത്തും പാട്ടും മേളവും ഉയർന്നു ഗോതമ്പ് പാടങ്ങൾക്കിടയിലൂടെ മാറിയ പിച്ച നടക്കുന്ന കുഞ്ഞിനെ സമർപ്പിക്കാൻ ഹീറോയിലെ കാണവേ അന്നവൻ തരിച്ചു നിന്നു. ഇത്രയും നാൾ കാരാട്ടി വളർത്തിയ മകനെ പിരിയുവാനാകാതെ അവൾ തൻ മനം തികഞ്ഞു. നെഞ്ചകം തകർന്നമ്മ നിലത്തിരുന്നു. പൈതലെ നെഞ്ചോട് ചേർത്തു ചൊല്ലി നേർച്ചകൾ നേർന്നപ്പോൾ ലഭിച്ചതല്ലേ. യഹോവയ്ക്കായി എന്നെ സമർപ്പിച്ചുവോ. വർഷങ്ങൾ മൂന്നായി പ്രാർത്ഥിച്ചു കിട്ടി ദൈവത്തിൻ ദാനമായി